ലോകത്തെ ഏറ്റവും ചെലവേറിയ മറ്റൊരു മിലിറ്ററി ഓപ്പറേഷൻ കൂടി അമ്പെ പരാജയപ്പെട്ടു. അതിന്റെ പേരാണ് അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം. 100 വിമാനങ്ങൾ, 15,000 സൈനികർ, 2 മിസൈൽ ഡിസ്ട്രോയർ കപ്പലുകൾ, വിമാനവാഹിനി കപ്പൽ തുടങ്ങി വൻ സന്നാഹങ്ങളോടുകൂടി കഴിഞ്ഞ മെയ് 3 ഞായറാഴ്ചയായിരുന്നു പടയൊരുക്കം. തിങ്കളാഴ്ച ഹോർമുസ് സ്വതന്ത്രമാകും. ഇതായിരുന്നു വീമ്പ് പറച്ചിൽ. തിങ്കളാഴ്ച എന്താണ് സംഭവിച്ചത്? 3-ാം തീയതി ട്രംപ് പറഞ്ഞത് ഹോർമുസിൽ കൂടി കടന്നു പോകുന്ന എല്ലാ കപ്പലുകൾക്കും അമേരിക്കൻ മിലിറ്ററി സംരക്ഷണം നൽകുമെന്നായിരുന്നു. ഹോർമുസിൽ കുടുങ്ങിയ കപ്പലുകളിലെ ജീവനക്കാർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നൽകും. ആരെങ്കിലും തടസ്സപ്പെടുത്തിയാൽ അവരെ ഞങ്ങൾ തീർക്കും. ഗംഭീര പ്രസ്താവന. തിങ്കൾ വൈകുന്നേരമായപ്പോഴേക്കും എല്ലാം തീർന്നു. വീരവാദം പറഞ്ഞ് ഹോർമുസിലേക്ക് കടന്ന അമേരിക്കൻ ഡിസ്ട്രോയർ കപ്പൽ ഇറാൻ തകർത്തു. അമേരിക്ക പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് UAE-യിലെ ഫുജൈറ ഓയിൽ ടെർമിനൽ ആക്രമിക്കപ്പെട്ടു. ഇറാൻ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇതിനിടയിൽ 6 ഇറാനിയൻ ബോട്ടുകൾ അമേരിക്കക്ക് തകർക്കാൻ സാധിച്ചു. പ്രൊജക്ട് ഫ്രീഡം കൊണ്ട് എന്തുണ്ടായി? ദിനം പ്രതി 100-ലധികം കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസിൽ കൂടി അമേരിക്കയുടെ പ്രൊജക്ട് ഫ്രീഡം പ്രഖ്യാപിച്ച ശേഷം കടന്നുപോയത് 2 കപ്പലുകൾ മാത്രം. 100 എയർക്രാഫ്റ്റുകൾ, 15,000 സൈനികർ, ഡിസ്ട്രോയർ കപ്പലുകൾ മലപ്പുറം കത്തി. വെറും 2 കപ്പലുകൾ മാത്രം ഹോർമുസ് കടന്നു. അത് രണ്ടും അമേരിക്കൻ കപ്പലുകൾ തന്നെയായിരുന്നു. വേറൊരു പുല്ലും നടന്നില്ല. എന്നാൽ ഇറാൻ പറയുന്നത് ആ 2 കപ്പലുകൾ കടന്നുപോയി എന്നതുപോലും അമേരിക്കയുടെ നുണയാണെന്നാണ്. ഒരൊറ്റ വാണിജ്യ കപ്പലും ഇതിലൂടെ കടന്നുപോയിട്ടില്ല എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. അന്താരാഷ്ട്ര കപ്പൽ കമ്പനി പ്രതിനിധികളെല്ലാം പ്രൊജക്ട് ഫ്രീഡം കനത്ത പരാജയമായിരുന്നു എന്ന് വിലയിരുത്തി കഴിഞ്ഞു. അമേരിക്കക്ക് മിണ്ടാട്ടമില്ല. ഏകദേശം 2000-ഓളം വാണിജ്യ കപ്പലുകൾ ഹോർമുസിലൂടെ കടന്നു പോകാനാവാതെ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ ഏകദേശം 20,000-ഓളം തൊഴിലാളികൾ ഉണ്ടെന്നാണ് കണക്ക്. ഹോർമുസിന്റെ പുറത്ത് അമേരിക്കയും അകത്ത് ഇറാനും അടച്ചിട്ടിരിക്കുകയാണ്. അമേരിക്കയുടെ ഉപരോധമാണ് ഇപ്പോഴത്തെ ഈ ദുരവസ്ഥയ്ക്ക് കാരണം. 10 ദിവസം മുമ്പ് ട്രംപ് അമേരിക്കൻ കോൺഗ്രസിൽ അവകാശപ്പെട്ടത് കഴിഞ്ഞ ഏപ്രിൽ 7-ന് ശേഷം യാതൊരു ഫയറിങ്ങും ഹോർമുസിൽ നടന്നിട്ടില്ല എന്നാണ്. അത് കഴിഞ്ഞാണ് 6 ഇറാൻ ബോട്ടുകൾ അവർ കടലിൽ മുക്കിയത്. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. അമേരിക്കൻ യുദ്ധക്കപ്പൽ മാത്രമല്ല UAE-യും ആക്രമിക്കപ്പെട്ടു. എന്നാൽ ട്രംപ് ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇറാൻ തിരിച്ചാക്രമിച്ചാൽ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ അവരെ തുടച്ചു നീക്കുമെന്നായിരുന്നു. ഇതിന്റെ പിന്നാമ്പുറം നടക്കുന്നത് മറ്റൊരു ചതിയാണ്. ഹോർമുസ് ബ്ലോക്ക് കാരണം സൗദിയുടെയും UAE-യുടെയും ഖത്തറിന്റെയും എല്ലാം ഓയിൽ പുറത്തു കൊണ്ടുപോകാനാവാതെ കെട്ടിക്കിടക്കുമ്പോൾ അമേരിക്ക നിർബാധം അപ്പുറത്തുകൂടി ഓയിൽ കച്ചവടം നടത്തുകയാണ്. 6.4 മില്യൺ ബാരൽ പെർ ഡേ കണക്കിന് ചരിത്രത്തിലെ റെക്കോർഡ് എണ്ണ വിൽപ്പനയാണ് ഇപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ യുദ്ധത്തിലൂടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ എക്സ്പോർട്ടറായി അവർ മാറിക്കഴിഞ്ഞു. ഇപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളും അമേരിക്കയുടെ കയ്യിൽ നിന്ന് ഓയിൽ വാങ്ങാൻ നിർബന്ധിതരായിരിക്കുകയാണ്. അമേരിക്കൻ ഓയിൽ കമ്പനികൾ കനത്ത ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേസമയം ഗൾഫ് രാജ്യങ്ങൾ സ്വന്തം ഓയിൽ പോലും വിൽക്കാനാവാതെ കനത്ത പ്രതിസന്ധി നേരിടുന്നതിന്റെ ഒരു കാരണം അമേരിക്കയുടെ നാവിക ഉപരോധം ആണെന്ന് നമ്മൾ ഓർക്കണം. ഇറാൻ അവരുടെ നയം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അമേരിക്കയുടെ നാവിക ഉപരോധം പിൻവലിക്കാതെ ഹോർമുസ് തുറക്കുന്ന പ്രശ്നമേ ഇല്ല. നാളെ ഒരു പക്ഷേ ഈ പ്രതിസന്ധി ചർച്ചയിലൂടെ പരിഹരിച്ചാൽ പോലും പഴയ സ്ഥിതി കൈവരിക്കണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. കാരണം ഹോർമുസിൽ വിതറിയ മൈനുകൾ നീക്കം ചെയ്യുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ്. കുടുങ്ങിക്കിടക്കുന്ന 100 കണക്കിന് കപ്പലുകൾ മോചിപ്പിക്കണം. ഇൻഷുറൻസ് കമ്പനികൾ വീണ്ടും സ്റ്റാറ്റസ് പുനഃസ്ഥാപിക്കണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയായി ഈ ഓയിൽ ക്രൈസിസ് മാറിക്കഴിഞ്ഞു. ചുരുക്കത്തിൽ പ്രൊജക്ട് ഫ്രീഡം ലോകത്തിന് യാതൊരു നേട്ടവും ഉണ്ടാക്കിയില്ല. ലോകത്തിന് മുന്നിൽ വീണ്ടും നാണം കെട്ട അമേരിക്ക പ്രൊജക്ട് ഫ്രീഡം എന്ന വൻ സൈനിക നീക്കം നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂനിന്മേൽ കുരുവായി അമേരിക്കൻ സൈന്യത്തിന്റെ ആകാശത്തെ റീഫ്യൂലിംഗ് വിമാനമാണ് കാണാതായത്. ബോയിങ് KC-135 സ്ട്രാറ്റോ ടാങ്കർ വിമാനം കാണാതായതായി റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. പേർഷ്യൻ ഗൾഫിന് മുകളിലൂടെ പറക്കുമ്പോൾ അടിയന്തര സന്ദേശം നൽകിയതിന് പിന്നാലെ സൈനിക വിമാനം കാണാതാവുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ പുതിയ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതിനിടയിലാണ് സൈനിക വിമാനം കാണാതായതെന്നത് അതീവ ഗൗരവതരമാണ്. UAE-യിലെ അൽ ദഫ്ര ബേസിൽ നിന്നുമാണ് ബോയിങ് KC സ്ട്രാറ്റോ ടാങ്കർ ടേക്ക് ഓഫ് ചെയ്തത്. ഖത്തറിന് സമീപത്ത് വെച്ചാണ് ഈ വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത്. മിക്കവാറും അത് ഇറാൻ വെടിവെച്ചിട്ടതാവാനേ സാധ്യതയുള്ളൂ. പക്ഷേ മറ്റേതൊരു പരാജയവും പോലെ അമേരിക്ക ഒരിക്കലും അത് സമ്മതിക്കാൻ പോകുന്നില്ല.